സെക്കൻഡായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സൈൻ വേവ് ഗൂഗിൾ കൊലാബിൽ പ്ലോട്ട് ചെയ്യുന്നത് നോക്കാം യൂസിങ് പൈത്തൺ. ഇവിടെയും നമുക്ക് രണ്ട് ലൈബ്രറിയാണ് വേണ്ടത്. ഇവിടെ സൈൻ വേവ് പ്ലോട്ട് ചെയ്യുന്നതുകൊണ്ട് ഇമ്പോർട്ട് matplotlib.pyplot_plt എന്നുള്ള ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് numpy as npയും ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് numpy as np പ്ലോട്ട് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ട് matplotlib.pyplot as plt. അപ്പോൾ ഈ matplotlibനകത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യാനുള്ള എല്ലാ ഫങ്ഷൻസും അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈൻ വേവ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഒരു ജനറൽ പ്രൊസീജിയർ, അപ്പം നമുക്ക് എക്സാമിന് ഏത് ടൈപ്പ് വേവ് ഫോം വേണമെങ്കിലും പ്ലോട്ട് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൈൻ വേവ് പോലത്തുള്ള ഫങ്ഷൻസ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് ആക്സിസ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, എക്സ് ആക്സിസ് ഡിഫൈൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫങ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ സൈൻ ഫങ്ഷനാണ്, അത് നമ്മൾ അതും ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക ആ ഫങ്ഷന്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എക്സ് ആക്സിസ് ഉണ്ട്, ഇവിടെ എക്സ് ആക്സിസ് ഉണ്ടല്ലോ. അപ്പോൾ എക്സ് ആക്സിസ് ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു np ഡോട്ട് എ റേഞ്ച്, ഒരു ഫങ്ഷനാണ് എ റേഞ്ച് 0 തൊട്ട് 4π. ഇപ്പം 4π എന്ന് പറയുന്നത് ന്യൂമറിക്കൽ പൈത്തണിനകത്താണ്. സോ np ഡോട്ട് പൈ pi ഇൻക്രിമെൻറ്റ് 0.1. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എക്സ് ആക്സിസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിൻറ്റാക്സ് ആണ്. അപ്പം നമ്മൾ ഇതിനകത്ത് വരുന്നത് വെച്ചാൽ 3 എൻട്രീസ് ആണ് വരുന്നത് എ റേഞ്ചിനകത്ത്. അപ്പോൾ ഒരു റേഞ്ച് ആണ്. ഈ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ, സ്റ്റാർട്ടിങ്. ഈ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡിങ് ആണ്, എൻഡിങ് പോയിന്റ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് ആണ്, സ്റ്റെപ്പ് സൈസ്. ഓക്കെ, ഇതിനകത്ത് 0.1, അത് കഴിഞ്ഞിട്ട് ഈ 0.01 ഇൻക്രിമെൻ്റ് വെച്ചിട്ടാണ് ഇത് ഇൻക്രിമെൻ്റ് ആയി പോകുന്നത് അപ് ടു 4π വരെ വരും. ഓക്കെ, അപ്പം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു എക്സ് ആക്സിസ് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് np ഡോട്ട് എ റേഞ്ച് 0. അപ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫിഗറിന് സ്റ്റാർട്ടിങ് എൻഡിങ് എത്ര ഇൻക്രിമെൻ്റ് വെച്ച് വേണമെന്നുള്ള 3 എൻട്രീസ് ആണ് ഈ വരുന്നത്. ഇനി സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ y ഈക്വൽ ടു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. ഇവിടെ സൈൻ വേവ് ആണ്. അപ്പോൾ ഓൾറെഡി സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷന് നമ്മളുടെ np ന്യൂമറിക്കൽ പൈത്തണിനകത്ത് അവൈലബിൾ ആണ്. സോ y ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം, np ഡോട്ട് സൈൻ എക്സ് എന്ന് നമുക്ക് വൈക്ക് അസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ആക്സിസ് വൈ ആക്സിസും ആയി. നമ്മൾ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ വേവ് പ്ലോട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ മാറ്റ്പ്ലോട്ട്ലിബ് ആസ് പൈപ്ലോട്ട് എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ലൈബ്രറിയിലുള്ള പ്ലോട്ട്, അതുപോലെ എക്സ് ലേബിൾ വൈ ലേബിൾ അങ്ങനത്തുള്ള എല്ലാ ഫങ്ഷൻസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഇവിടെ എക്സ് ആക്സിസ് ഡിഫൈൻ ചെയ്ത് വൈ ആക്സിസ് നമ്മൾ ഫങ്ഷൻ കൊടുത്തു. ഇനി plt ഡോട്ട് പ്ലോട്ട് ഓഫ് എക്സ് കോമ വൈ, എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിസ് കോമ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ plt ഡോട്ട് പ്ലോട്ട് ഓഫ് എക്സ് കോമ വൈ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, എന്നിട്ട് അതിന് ഷോ ചെയ്യണം, plt ഡോട്ട് ഷോ. ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സൈൻ വേവ് പ്ലോട്ട് ചെയ്ത് വരും. ഇതാണ് അതിൻ്റെ പ്രോഗ്രാം വരുന്നത്. നമുക്കത് ഹാൻഡ്സ് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ടെക്സ്റ്റ് എടുക്കുകയാണ്. നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ വേവ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സൈൻ വേവ് പ്ലോട്ടിംഗ്. ഇനി അതിൻ്റെ കോഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ രണ്ട് ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യണം. ഇതൊക്കെയായിരുന്നു numpy as npയും അതുപോലെ matplotlib_pyplot_plt. നമ്മൾ നേരത്തെ സെല്ലിൽ ഓൾറെഡി ഇത് രണ്ടെണ്ണം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി റൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അത് ഇവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ സൈൻ വേവിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ എൻട്രി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആക്സിസ്, ഓക്കെ, നമ്മൾ എക്സ് ആക്സിസ് കൊടുക്കുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു np ഡോട്ട് എ
റേഞ്ച് എ റേഞ്ച് 0 സ്റ്റാർട്ട് ചെയ്ത് 0, ഇൻക്രിമെൻറ്റ് ഓഫ് 4 പൈ എൻഡിങ് 4 പൈ 4 സ്റ്റാർ പൈ ആണെങ്കിൽ ഇതിനകത്തുള്ളത് എൻ പിക്കകത്ത്. അപ്പോൾ എൻ പി ഡോട്ട് പൈ ഇൻക്രിമെൻറ്റ് 0.01 ഇൻക്രിമെൻറ്റ്. ഓക്കെ, നമ്മൾ എക്സ് ഡിഫൈൻ ചെയ്തു. ഇനി വൈ ഈക്വൽ ടു എന്ത് കൊടുക്കും? നമ്മളുടെ ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. സൈൻ എക്സ് എവിടെ ഉള്ളത്? ന്യൂമറിക്കൽ പൈത്തണിനകത്താണ് ഉള്ളത്. ഓക്കെ, എൻ പിക്കകത്താണ്. അപ്പോൾ നമ്മൾ എൻ പി ഡോട്ട് സൈൻ ഓഫ് എക്സ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സും വൈയും ഡിഫൈൻഡ് ആയി. ഓൾറെഡി നമ്മൾ എൻ പിയും അതുപോലെ പി എൽ ടിയും ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്തു അടുത്ത് അത് പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പി എൽ ടി ഡോട്ട് പ്ലോട്ട് ഓഫ് എക്സ് കോമ വൈ, എക്സ് ആക്സിസ് ഫംഗ്ഷൻ എക്സ് കോമ വൈ. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ആ ഒരു സൈൻ വേവ് ഓക്കെ പ്ലോട്ട് ചെയ്ത് വന്നു. അപ്പോൾ ഇവിടെ 0 തൊട്ട് 4 പൈ എന്ന് പറയുമ്പോൾ 4 × 3.14 12 റേഞ്ചിൽ അത് പ്ലോട്ട് ചെയ്ത് വന്നു. ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഫങ്ഷൻസ് ഗൂഗിൾ കൊലാബിൽ പൈത്തൺ യൂസ് ചെയ്ത് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് എക്സ് ലേബിൾ വൈ ലേബിൾ ടൈറ്റിലൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, എക്സ് ആക്സിൽ നമുക്ക് എക്സ് ലേബിൾ എന്നുള്ള കമാൻഡ് കൊടുത്ത് ലേബിൾ ചെയ്യാം. അതുപോലെ വൈ ലേബിൾ തിരിച്ച് വൈ ആക്സിസ് നമുക്ക് ലേബിൾ ചെയ്യാം, ടൈറ്റിലും കൊടുക്കാം. ഇവിടെ എല്ലാം പി എൽ ടി ഡോട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ, കാരണം പി എൽ ടിക്കകത്താണ് പ്ലോട്ട് ചെയ്യാനുള്ള എല്ലാ ഫങ്ഷൻസും ഉള്ളത്. അപ്പം എക്സ് ലേബിൾ ചെയ്യാൻ പോവുകയാണ്. പി എൽ ടി ഡോട്ട് എക്സ് ലേബിൾ ഓഫ് സിംഗിൾ കോട്ടിനകത്ത് ഞാൻ ടൈം ഇൻ സെക്കൻഡ്സ് കൊടുക്കുകയാണ്. സൈൻ വേവ് ആയതുകൊണ്ട് ടൈം ഇൻ സെക്കൻഡ്സ്. അതുപോലെ നെക്സ്റ്റ് പി എൽ ടി ഡോട്ട് വൈ ലേബിൾ ഓഫ് സിംഗിൾ കോഡിനകത്ത് ആംപ്ലിറ്റ്യൂഡ് എന്ന് കൊടുക്കുകയാണ്, ആംപ്ലിറ്റ്യൂഡ്. ഇനി നെക്സ്റ്റ് ടൈറ്റിൽ കൊടുക്കുകയാണ് പി എൽ ടി ഡോട്ട് ടി ഐ ടി എൽ ഇ ഓഫ് സിംഗിൾ കോഡിൽ സൈൻ വേവ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സൈൻ വേവ്. ഇത്രയും ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഫിഗറിനകത്ത് ഇത് റൺ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ആക്സിസിൽ ടൈം ഇൻ സെക്കൻഡ്സ്, വൈ ആക്സിസിൽ ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ ടൈറ്റിൽ സൈൻ വേവ് എന്ന് കിട്ടും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ സൈൻ വേവ് ഒന്ന് ടൈറ്റിൽ വന്നു, അതുപോലെ ആംപ്ലിറ്റ്യൂഡ് വന്നു, ടൈം ഇൻ സെക്കൻഡ്സ് വന്നു. ഓക്കെ, ഇനി ഇവിടെയും അതുപോലെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. കോമ ഇട്ടിട്ട് സിംഗിൾ കോട്ടിൽ നമ്മൾ ജി കൊടുക്കുകയാണെങ്കിൽ, സ്മോൾ ലെറ്റർ ആണ്, ജി കൊടുക്കുകയാണെങ്കിൽ അത് ഗ്രീൻ കളറിൽ പ്ലോട്ട് ചെയ്ത് വരും. ഓക്കെ, സൈൻ വേവ് ഗ്രീൻ കളറിൽ, ഡീഫോൾട്ടായിട്ട് ബ്ലൂ കളറാണ്, നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ലൈൻ സ്റ്റൈൽ കൊടുക്കാം. അപ്പോൾ ആ പ്ലോട്ടിനകത്ത് വീണ്ടും ഒരു കോമ ഇട്ടിട്ട് ലൈൻ സ്റ്റൈൽ, ഏത് സ്റ്റൈലിൽ അത് പ്ലോട്ട് ചെയ്തോണ്ടത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ലൈൻ STYLE ലൈൻ സ്റ്റൈൽ ഈക്വൽ ടു സിംഗിൾ കോട്ടിനകത്ത് ഞാനിങ്ങനെ 2 ഡോട്ടഡ് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഡോട്ടഡ് ലൈനായിട്ട് പ്ലോട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ പ്ലോട്ട് എന്നുള്ളതിനകത്ത് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതുപോലെ ഡിഫറെൻറ്റ് ലൈൻ സ്റ്റൈൽസ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു സൈൻ വേവ് പ്ലോട്ട് ചെയ്യുന്ന പ്രൊസീജിയർ. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൈൻ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ന്യൂമറിക്കൽ പൈത്തൺ NP ഇമ്പോർട്ട് ചെയ്യണം, അതുപോലെ പ്ലോട്ട് ചെയ്യുന്നതുകൊണ്ട് PLT ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം ജനറൽ പ്രൊസീജിയറാണ്, ഏത് ഫംഗ്ഷൻ വരുവാണെങ്കിലും നമ്മൾ എക്സ് ആക്സിസ് ഡിഫൈൻ ചെയ്യുക. നമ്മൾ നോർമലി ഒരു സൈൻ വേവ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പൈയുടെ വേരിയേഷനായിട്ട് കൊടുക്കുക. അപ്പോൾ എ റേഞ്ച് യൂസ് ചെയ്യുക. എ റേഞ്ച് എന്നുള്ളത് NPക്കകത്താണ് ഉള്ളത്. സോ NP ഡോട്ട് എ റേഞ്ച് സ്റ്റാർട്ടിങ് 0 എൻഡിങ് 4 പൈ NPയിലായതുകൊണ്ടാണ് NP ഡോട്ട് പൈ വന്നത്. വിത്ത് ആൻ ഇൻക്രിമെൻറ്റ് ഓഫ് 0.01. പിന്നെ നമ്മൾ ഫംഗ്ഷൻ കൊടുത്തു സൈൻ എക്സ്, അതും ന്യൂമറിക്കൽ പൈത്തണിനകത്താണ്. സോ NP ഡോട്ട് സൈൻ എക്സ്. പിന്നെ ഇതെല്ലാം നമ്മൾ മാറ്റ് പ്ലോട്ടിൽ ഇപ്പോൾ ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് PLT ഡോട്ട്
പ്ലോട്ട് പി എൽ ടി ഡോട്ട് എക്സ് ലേബിൾ, പി എൽ ടി ഡോട്ട് വൈ ലേബിൾ, പി എൽ ടി ഡോട്ട് ടൈറ്റിലിന് കൊടുത്തത്. ഓക്കെ, ഇനി ഈ സെയിം തന്നെ നമുക്ക് ഒരു കൊസൈൻ വേവ് എങ്ങനെ പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ സൈൻ മാറ്റി കൊസൈൻ വേവ് എടുക്കുകയാണ്, കൊസൈൻ വേവ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ ഡിഫറൻസ് എന്ത് വരത്തുള്ളൂ, ഇവിടെ സൈനിന് പകരം കോസ് ഫംഗ്ഷൻ വരുമെന്നേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ സൈനിന് പകരം കോസ് കൊടുക്കുകയാണ്. സ്മോൾ ലെറ്റർ ആണ് കൊടുക്കേണ്ടത്, കോസ് കൊടുത്തു. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഗ്രീൻ കളറിൽ ഈ ഡോട്ടഡ് ഫോർമാറ്റിൽ ഒരു കൊസൈൻ വേവ് ഫോം നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് വരും. കൊസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് മേളിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഇവിടെ സെല്ല് റൺ ചെയ്യാണ്. ഓക്കെ, ഇവിടെ വേവ് ഫോം കൊസൈൻ ഫോമിൽ വന്ന്, പക്ഷെ നമ്മളിവിടെ ടൈറ്റിൽ സൈൻ വേവ് എന്നാണ് കൊടുത്തിരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ സൈൻ വേവ് വന്നത്. നമുക്കത് കോസ് വേവ് എന്നാക്കാം. കോസ് വേവ് എന്ന് കൊടുത്തു, റൺ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കോസ് വേവ് എന്ന് വന്നു. എക്സ് ലേബിൾ വൈ ലേബിൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പ്ലോട്ട് ചെയ്തിട്ട് വേണം എക്സ് ലേബിൾ വൈ ലേബിൾ ടൈറ്റിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫസ്റ്റ് അത് പ്ലോട്ട് ചെയ്തിട്ടാണ് പിന്നെ ഈ ഓരോന്നും ലേബിൾ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇതാണ് ഒരു ജനറൽ പ്രൊസീജിയർ ഫോർ പ്ലോട്ടിങ് സൈൻ വേവ് ആൻഡ് കൊസൈൻ വേവ് ഇൻ ഗൂഗിൾ കൊലാബ് യൂസിങ് പൈത്തൺ കോഡ്. നെക്സ്റ്റ് നമ്മളൊരു ഡിസ്ക്രീറ്റ് സൈനും കൊസൈനും ഒക്കെ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിനകത്ത് നമ്മൾ പ്ലോട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് വേവ് ഫോം കിട്ടാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്തില്ല, അതുപോലെ എന്ത് ചെയ്താൽ മതി, സ്റ്റെം കമാൻഡ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ പി എൽ ടി ഡോട്ട് സ്റ്റെം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രീറ്റ് വേവ് ഫോം കിട്ടും. ഇവിടെ ഓൾറെഡി നമ്മൾ ഒരു കൊസൈൻ വേവ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനൊന്ന് ഞാൻ എഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു കൊസൈൻ വേവ് ഫോമാണ്. ഓക്കെ, ഇതൊരു കൊസൈൻ വേവ് ഫോമാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രീറ്റ് വേർഷൻ കിട്ടണമെങ്കിൽ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലോട്ട് മാറ്റിയിട്ട് അവിടെ സ്റ്റെം എന്നുള്ള കമാൻഡ് കൊടുത്താൽ മതി, STEM. അപ്പോൾ ഡിസ്ക്രീറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്ത് കിട്ടും. ഇതിനകത്താണെങ്കിൽ ഇൻക്രിമെൻറ്റ് ഞാനൊന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം കണ്ടില്ലേ, ഡിസ്ക്രീറ്റ് ആയിട്ട് വേവ് ഫോം വന്നിട്ടുണ്ട്. കൊസൈൻ വേവ് ഫോം ഡിസ്ക്രീറ്റ് സാമ്പിൾസ് ആയിട്ട് വന്നു. ഉള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലോട്ട് മാറ്റി സ്റ്റെം ആക്കിയാൽ മതി, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ചോദിക്കുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് NP ന്യൂമറിക്കൽ പൈത്തൺ ഇമ്പോർട്ട് ചെയ്യണം ആസ് NP, മാറ്റ്പ്ലോട്ട് lib.py പ്ലോട്ട് ആസ് PLT ഇമ്പോർട്ട് ചെയ്യണം, എക്സ് ആക്സിസ് കൊടുക്കുക, ഫംഗ്ഷൻ y ആക്സിസ് കൊടുക്കുക, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ PLT.stem കൊടുക്കുക, ബാക്കിയെല്ലാം സെയിം ആണ്.